ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നത്തെ ശ്ലോകത്തിൽ യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യമാണ് നമുക്ക് നോക്കേണ്ടത്. ശ്രീ യുധിഷ്ഠിര ഉവാച കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തക്കം കമർച്ഛന്ത പ്രാപ്നുയുർമാനവാ ശുഭം കോ ധർമ്മഃ സർവധർമാണാം ഭവതഃ പരമോ മദഃ കിം ജവന്മുച്യതേ ജന്തുർ ജന്മ സംസാര ബന്ധനാത്. കിം എന്ന് പറഞ്ഞാൽ ആര്, ഏകം എന്നു പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലുള്ളത്, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത്. ദൈവതം എന്നാൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഭഗവാൻ, അല്ലെങ്കിൽ ആ ഒരു ശക്തി. ലോകേ ഈ ഉലകത്തിൽ, ഈ വിശ്വപ്രപഞ്ചത്തിൽ. ആദ്യത്തെ ചോദ്യം യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ചതാണ്, ആരാണ് ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഏകം ആരാണ്? പാരായണം, അതായത് ഞാൻ ഒരാളുടെ കീഴിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ കൂടാരം അല്ലെങ്കിൽ ഞാൻ പോകുവാൻ വേണ്ടിയുള്ള ആ ശ്രേഷ്ഠമായ പദം എവിടെയാണുള്ളത്? ഏകം പരായണം, ആരുടെ അടുത്താണ് ഞാൻ എൻ്റെ ഈ ലോകത്തിൽ നിന്നും വിട്ടു പോകുമ്പോൾ, മുക്തി ലഭിച്ചു പോകുമ്പോൾ എത്തേണ്ടത്? മൂന്നാമത്തെ ചോദ്യം, സ്തുവന്ത, വളരെ അധികം പ്രകാശത്തോടെ ഇരിക്കുന്ന, പ്രകാശത്തെ പരത്തുന്ന, പ്രകാശത്തെ കൊടുക്കുന്ന. കം ആർക്കാണ്? മാനവ ഏതൊരു മനുഷ്യന്. ശുഭം അവരുടെ നല്ല ഒരു സംതൃപ്തി, അവരുടെ നല്ല സാക്ഷാത്കാരം ലഭിക്കുന്നതിന് വേണ്ടി, ആ ഒരു മനസമാധാനവും ഉത്കൃഷ്ടവുമായി അത് ലഭിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? മൂന്നാമത്തെ ചോദ്യം, ഞാൻ ഏതൊരു മനുഷ്യനും സമാധാനം, സംതൃപ്തി അല്ലെങ്കിൽ ഏറ്റവും ശുഭമായ കാര്യം കിട്ടുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നാലാമത്തെ ചോദ്യം, അർച്ചന്ത, ഞാൻ അർച്ചിക്കേണ്ടത്, ആരെയാണോ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അർച്ചന ചെയ്യേണ്ടത്, മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിചാരം ചെയ്യേണ്ടത്. ഈ 4 ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ചത്. അതായത് ഏതൊക്കെ 4 ചോദ്യം എന്ന് ചോദിച്ചാൽ, ഈ ആദ്യത്തെ ചോദ്യം, ഈ ഉലകത്തിൽ, വിശ്വത്തിൽ ഏറ്റവും വലുത് ആരാണ്? ഞാൻ എൻ്റെ അവസാനത്തെ മുക്തി ലഭിക്കുമ്പോൾ എത്തിച്ചേരേണ്ടത് എവിടെയാണ്? എനിക്ക് ഏതൊരു മനുഷ്യനും ഈ സമാധാനം, സംതൃപ്തി ലഭിക്കേണ്ടത് ലഭിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നാലാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രശസ്തിയും ഏറ്റവും കൂടുതൽ സംതൃപ്തിയും ലഭിക്കുന്നത് ആരുടെ അർച്ചന ചെയ്യുമ്പോഴാണ്? ഈ 4 ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ചത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠപുത്രനായ ഈ യുധിഷ്ഠിരൻ ഈ യുദ്ധത്തിന് ശേഷം ഭീഷ്മ പിതാമഹൻ, ആ ഒരു കുരുവംശത്തിന്റെ ഏറ്റവും നടുന്തൂണായ ആ ഭീഷ്മർ ഈ അമ്പുകളുടെ എല്ലാം ആ ശരശയ്യയിൽ ഇങ്ങനെ കിടക്കുന്നു. ഒന്നും തന്നെ നേടിയില്ല, എന്നാൽ എല്ലാം നേടി. അതുപോലെ ആ ഒരു അവസ്ഥയിൽ തൻ്റെ ജീവൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുവാനുള്ള ആ ഒരു സമയം, അതിനുവേണ്ടി സന്ധ്യാസമയം കാത്തിരിക്കുന്ന ആ ഒരു ഭീഷ്മർ അവിടെ വന്നിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവിടെ ആ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് യുധിഷ്ഠിരൻ ഇങ്ങനെ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നത്.
അതായത് ഭീഷ്മർ എപ്പോഴും കൃഷ്ണ ഭഗവാന്റെ ഒരു വലിയ ഭക്തനാണ്, പരമഭക്തനാണ്. ആ ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള ആ ഭഗവാന്റെ ഓരോ പ്രവൃത്തിയിലും കൂടുതൽ വിശ്വാസമുള്ള ഉണ്ടാവുകയും ആ ഭഗവാന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഈ യുധിഷ്ഠിരൻ പൂർണ്ണമായി കൂടെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഇപ്പോൾ ഭഗവാന്റെ 1000 നാമങ്ങൾ ഇതാ മഹാഭാരതത്തിൽ ഇങ്ങനെ എഴുതി ചേർക്കുവാൻ വേണ്ടിയുള്ള അവസരമാണ് യുധിഷ്ഠിരൻ ഭീഷ്മർക്ക് കൊടുക്കുന്നത്. യുധിഷ്ഠിരൻ എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. സ്ഥിരമായി യുദ്ധത്തിൽ നിൽക്കുന്നവനാണ് യുധിഷ്ഠിരൻ. യുദ്ധം എന്ന് വെച്ചാൽ നമുക്ക് മഹാഭാരത യുദ്ധം. സ്ഥിര എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ചാഞ്ചല്യവും കൂടാതെ സ്ഥിരമായി നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ യുധിഷ്ഠിരൻ ചെറിയ പ്രായത്തിൽ നിന്നും തന്നെ തൻ്റെ മാമൻ, അതായത് വിതുരന്റെ ആ ഒരു വിജ്ഞാനത്തിന് അടിമയായിട്ടുള്ള ഒരാളാണ്. അത് മാത്രവുമല്ല, തൻ്റെ മുത്തച്ഛനായ ഭീഷ്മരുടെ ഓരോ ധർമ്മത്തിന്റെ പാതയും അദ്ദേഹം പിന്തുടരുവാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അങ്ങനെ കൃപാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും ആ ഒരു ശിക്ഷണത്തിൽ വലിയ ഒരു യോദ്ധാവാണ് യുധിഷ്ഠിരൻ. അങ്ങനെ യുധിഷ്ഠിരൻ ഹസ്തിനാപുരത്തിന്റെ ആ ഒരു രാജ്യഭരണം ഏറ്റെടുക്കുവാൻ പോകുന്ന സമയത്താണ് ആ യുധിഷ്ഠിരനെ മാറ്റി ദുര്യോധന ആ ഒരു ഭാഗ്യം കൈവരുന്ന ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, കുന്തിയുടെ ആ ഒരു മനസ്സിലാക്കുന്ന രീതിയിൽ തെറ്റ് സംഭവിച്ചതോടുകൂടി യുധിഷ്ഠിരനും തൻ്റെ എല്ലാ അനുജന്മാരും ദ്രൗപദിയെ കല്യാണം കഴിക്കുകയും, അതായത് ദ്രൗപദി പാഞ്ചാലവം രാജ്യത്തെ ദേവതയാണ്, ആ ഒരു ദേവിയെ കല്യാണം കഴിക്കുകയും ധൃതരാഷ്ട്രർ, അതായത് ഭീഷ്മരുടെ അപേക്ഷ പ്രകാരം ആ ഒരു രാജ്യത്തെ 2ആയി തിരിക്കുകയും അതിന് യുധിഷ്ഠിരൻ ഒരു പങ്ക്, ദുര്യോധനൻ ഒരു പങ്ക് നൽകുവാൻ വേണ്ടി പറയുകയും, എന്നാൽ പാണ്ഡുവിന്റെ ഏറ്റവും മൂത്ത പുത്രന് ഞാൻ നല്ല രാജ്യം കൊടുക്കുകയില്ല, ഏറ്റവും ഒരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വെറും ഒരു മണ്ണ് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ ധൃതരാഷ്ട്രർ യുധിഷ്ഠിരൻ, അതായത് പാണ്ഡവർക്ക് വെറും ഒന്നിനും കൊള്ളാത്തതായിട്ടുള്ള മണ്ണ് കൊടുക്കുകയും, ആ മണ്ണിന്റെ വില മനസ്സിലാക്കി പാണ്ഡവന്മാരും കുന്തിദേവിയും ആ പാഞ്ചാല വംശത്തെ ദ്രൗപദിയും ചേർന്ന് അവിടെ ഒരു വലിയ ഒരു മാന്ത്രിക ശക്തിയോടുകൂടി ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കുകയും ചെയ്തു. ആ സമയത്ത് രാജസൂയ യാഗം നടത്തി യുധിഷ്ഠിരൻ. അങ്ങനെ വലിയ ഒരു ചക്രവർത്തിയായി മാറുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, അവരെ ഒരു ദുര്യോധനൻ ഇതൊക്കെ കണ്ട് വളരെ അസൂയ തോന്നുകയും അവരെ ഒരു വീട്ടിലോട്ട് വിളിക്കുകയും ഒരു കള്ള ശകുനിയുടെ മാമനായ ശകുനിയുടെ ആ ഒരു കള്ളത്തനത്തിന് കൂട്ടുനിന്ന് പാണ്ഡവന്മാരെ മുഴുവനായി നശിപ്പിക്കുവാൻ അവർ പദ്ധതിയിടുന്നു. അങ്ങനെ ആ ഒരു പദ്ധതിയിൽ തനിക്ക് ആ ഒരു ഇന്ദ്രപ്രസ്ഥം മുഴുവൻ ലഭിക്കുകയും, അങ്ങനെ താൻ ഒരു വലിയ ചക്രവർത്തിയായി മാറുവാൻ വേണ്ടി ദുര്യോധനൻ അങ്ങനെ ആ മാമൻ ശകുനിയോടുകൂടി ഓരോ വിധത്തിൽ പദ്ധതി ഉണ്ടാക്കുകയും, അങ്ങനെ യുധിഷ്ഠിരനെ വിളിച്ച് ആ യുധിഷ്ഠിരന്റെ പ്രശസ്തിയും യുധിഷ്ഠിരന്റെ എല്ലാ സ്വത്തുക്കളും യുധിഷ്ഠിരന്റെ അനുജന്മാരെയും ദ്രൗപദിയെയും ആ യുധിഷ്ഠിരനെ തന്നെയും ആ ഒരു ചൂതാട്ടത്തിൽ വെച്ച് തോൽപ്പിക്കുകയും അവരെ എല്ലാരെയും അടിമപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം പാണ്ഡവരും ദ്രൗപദിയെയും 13 വർഷം ആ ഒരു സമയകാലം എവിടെയും ആരുടെയും കണ്ണിൽപ്പെടാതെ വസിക്കുവാൻ വേണ്ടി അയക്കുകയും, അങ്ങനെ അവസാനത്തെ വർഷം കണ്ടുപിടിക്കുകയാണെങ്കിൽ തിരിച്ചു ഒരു 13 വർഷം അവർ കഴിയേണ്ടതാണെന്ന ഒരു പദ്ധതി അവർ ഒരുക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആ ഒരു 13 വർഷം കഴിയുന്ന സമയത്ത് ഒരുപാട്
തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നു. അങ്ങനെ യുധിഷ്ഠിരൻ ഒരു കങ്ക എന്ന ഒരു വേഷം ഇടുകയും അങ്ങനെ മത്സ്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു രാജാവായി വാഴുകയും ചെയ്യുന്നു. അങ്ങനെ യുധിഷ്ഠിരൻ എങ്ങനെയാണോ ആരുടെ കണ്ണിൽ പെടാതെ വായിന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാണ്ഡവന്മാരുടെ എല്ലാ രീതിയിലുള്ള ധർമ്മത്തിനും കൂട്ടുനിൽക്കുകയാണ് യുധിഷ്ഠിരൻ. അങ്ങനെ ഒരുപാട് പേരെ അദ്ദേഹം പരാജയപ്പെടുത്തി. അതിൽ ഒരാളാണ് ശല്യ. ശല്യയെ പരാജയപ്പെടുത്തതിന് ശേഷം അദ്ദേഹം ഓരോ അനുജന്മാരും ഓരോ രീതിയിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കലിയുഗം വരികയും അങ്ങനെ കൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ നിന്നും പോവുകയും ചെയ്യുന്ന സമയത്ത് യുധിഷ്ഠിരനും തൻ്റെ അനുജന്മാരും തങ്ങളും ഈ ഭൂമിയിൽ നിൽക്കേണ്ടതില്ല, തങ്ങളും ഇവിടെ വിട്ടു പോകണം. കുരുക്ഷേത്രം കഴിഞ്ഞതിന് ശേഷം ആ അർജുനന്റെ മകനായ പരീക്ഷിത്തിന് തൻ്റെ രാജ്യഭാരം കൊടുക്കുകയും എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ അവിടെ ഏൽപ്പിക്കുകയും അതിനുശേഷം ഒരേ ഒരു നായുടെ കൂടെ അവർ ഹിമാലയ പർവ്വതത്തിൽ പോവുകയും ചെയ്തു. അങ്ങനെ പാണ്ഡവരും ദ്രൗപദിയും ഓരോരുത്തരായി മരിക്കുന്ന സമയത്ത് അങ്ങനെ ആദ്യം മരിക്കുന്നത് ദ്രൗപദിയാണ്. അതിനുശേഷം യുധിഷ്ഠിരൻ അദ്ദേഹം ആ ഒരു ഹിമാലയ പർവ്വതത്തിന്റെ മുകളിൽ ആ ഒരു നായുടെ കൂടെ എത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ഇന്ദ്രഭഗവാൻ ചോദിക്കുന്നു, നീ ആദ്യം നായിനെ ഉപേക്ഷിക്കുന്നുവോ ഈ ഒരു സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ്? അപ്പോൾ ഈ യുധിഷ്ഠിരൻ പറയുന്നു, ഞാൻ അതിന് തയ്യാറല്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ നായിക്ക് ഒരു കൂടെ ഉള്ളത് കൊണ്ട് ഞാനൊരു നായിനെ അങ്ങനെ കൈവിടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇന്ദ്രൻ എന്തു പറയുന്നു എന്ന് വെച്ചാൽ, യുധിഷ്ഠിരനോട് നിന്റെ എല്ലാ കുടുംബാംഗങ്ങളും പോയി കഴിഞ്ഞു, അപ്പോൾ അവരുടെ മരണത്തെ ഒന്നും നിനക്ക് തടയുവാൻ സാധിച്ചില്ല, പിന്നെ എന്തിനാണ് ഈ ഒരു നായിനെ സംരക്ഷിക്കുവാൻ നീ തുനിയുന്നത്? അപ്പോൾ ആ നായെന്ന് പറയുന്നത് വേറെ ആരുമല്ല, കൂടെ നടക്കുന്ന ധർമ്മദേവനാണ്. അതായത് ഏതൊരു അവസ്ഥയിലും ധർമ്മത്തെ കൈവിടാൻ യുധിഷ്ഠിരൻ തയ്യാറായിരുന്നില്ല. ജനിച്ച സമയം മുതൽ ഈ ഒരു സമയം വരെ, മരിക്കുന്ന സമയം വരെ. അതുകൊണ്ട് തൻ്റെ കൂടെയുള്ള ധർമ്മദേവനാണ് ആ നായെന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം ആ ഒരു സ്വർഗത്തിൽ എത്തുകയും അവിടെ കൗരവർ എല്ലാവരും തന്നെ അവിടെ ഉണ്ടാവുകയും ആ സ്വർഗത്തിൽ തൻ്റെ അനുജന്മാരെ കാണുകയും ദ്രൗപദി അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യമരാജനോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നു, യമരാജൻ യുധിഷ്ഠിരനെ സ്വർഗത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഈ എല്ലാ രീതിയിലുള്ള നരകത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, പാണ്ഡവന്മാരുടെയും തൻ്റെ ഭാര്യയായ ദ്രൗപദിയുടെയും എല്ലാ കുറ്റങ്ങളെയും ഓരോന്നായി പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ എന്ത് നിശ്ചയിച്ചു എന്നാൽ, ഞാൻ അവരുടെ കൂടെ ഞാൻ ഈ നരകത്തിൽ വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും അങ്ങനെ പാണ്ഡവന്മാരെയും ദ്രൗപദിയെയും കൂട്ടി ആ യുധിഷ്ഠിരൻ സ്വർഗത്തിൽ എത്തുകയും ചെയ്യുന്നു. അവിടെ കർണൻ, തൻ്റെ ജ്യേഷ്ഠനാകുന്ന ആ കർണനെ യുധിഷ്ഠിരൻ കാണുകയും അങ്ങനെ എല്ലാ സ്ത്രീകൾ അവിടെ ആ ഒരു രഹസ്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ കുന്തിദേവി ആ ഒരു രഹസ്യം മനസ്സിൽ വെക്കാതിരുന്നു എങ്കിൽ, അത് എല്ലാരോടും പറഞ്ഞു എങ്കിൽ ഈ ഒരു ഭാരത യുദ്ധം തന്നെ ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കി യുധിഷ്ഠിരൻ. അങ്ങനെ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ ആ ഒരു വലിയ ശ്രേഷ്ഠനായി മാറുകയായിരുന്നു യുധിഷ്ഠിരൻ. എല്ലാ വിധത്തിലുള്ള ഭാഷകളും പഠിക്കുവാൻ ഈ യുധിഷ്ഠിരന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ധർമ്മത്തിനു വേണ്ടി എപ്പോഴും കൂടെ നിന്നത് യുധിഷ്ഠിരനാണ്. അങ്ങനെ ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറയുന്നു, ഈ കുന്തിയും പാണ്ഡവന്റെയും പുത്രനായ യുധിഷ്ഠിരൻ ഈ
ഇത്രയും ധൈര്യവും ഇത്രയും ശ്രേഷ്ഠനുമായി തീരുന്നു എന്ന് കണ്ടതിൽ ഏറ്റവും സങ്കടം തോന്നുന്നു. കാരണം തൻ്റെ പുത്രനായ ദുര്യോധനന് അത്രയും ഒരു നല്ല കാര്യം ഉണ്ടായില്ലല്ലോ. അതിൽ അസൂയയാണ് ഈ ധൃതരാഷ്ട്രർക്ക് തോന്നിയത്. അങ്ങനെ ആ ഒരു അസൂയയുടെ ചുയറ്റിൽ ഉള്ളത് കൊണ്ടാണ് ധൃതരാഷ്ട്രർ എന്നും അസ്വസ്ഥനായി തീർന്നത്. അതുപോലെ തന്നെ അർജുനനോടോ ഭീമനോടോ കൃഷ്ണനോടോ, അതായത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു ധർമ്മത്തെയും ആ ദുര്യോധനൻ മനസ്സിലാക്കിയിരുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ഈ ധൃതരാഷ്ട്രർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ധൃതരാഷ്ട്രർ അവസാനമായി സഞ്ജയനോടും ആ ഒരു യുദ്ധത്തിന്റെ അവസാനത്തെ ആ ഒരു കാര്യം കണ്ടപ്പോഴും ഏറ്റവും കൂടുതൽ വിഷമമാണ് തോന്നിയത്. എന്നും തന്നെ ആ ധൃതരാഷ്ട്രർക്ക് സമാധാനം ലഭിച്ചിരുന്നില്ല. അങ്ങനെ യുധിഷ്ഠിരൻ ഏറ്റവും കൂടുതൽ ജ്ഞാനത്തെ ഭഗവാൻ ശിവന്റെ അടുത്തു നിന്നും, അതുമാത്രവുമല്ല ഋഷിമാരായ വ്യാസർ, പരശുരാമർ, ഭൃഗുർ, ശവർണിമനു, നാരദർ, മാർക്കണ്ഡേയർ, അസിഷ്ട ദേവാലയ, ദൗമ്യ എന്നിങ്ങനെ പല പ്രശസ്തരായ ഋഷികളിൽ നിന്നും ജ്ഞാനം ലഭിക്കുകയും ധർമ്മത്തിന്റെ പാത മരണം വരെയും കാത്തു സൂക്ഷിക്കുകയും ചെയ്ത യുധിഷ്ഠിരനാണ് ഏറ്റവും അവസാനം പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ നിന്നും സ്വർഗത്തിൽ എത്തിയത്. അതാണ് ഈ ഒരു ചോദ്യം യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നത്. 4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ശ്രീ യുധിഷ്ഠിര ഉവാച കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നയുർമാനവാശുഭം കോ ധർമ്മ സർവധർമ്മേണ ഭവത പരമോ മദഃ കിം ജപന്മുച്യതേ ജന്തുർ ജന്മ സംസാര ബന്ധനാത്. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.